ഹായ്, അസ്സലാമു അലൈക്കും. വൈകുന്നേരമായപ്പോൾ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറ്റി അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് വെച്ചു. ചാറ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താക്കി, ഒരു തേങ്ങ പൊട്ടിച്ച് വേഗം ചിരണ്ടാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് കാണാം പൊന്നു എണീച്ചിട്ട് റൂമിൽ നിന്ന് വിളിക്കുന്നു. അങ്ങനെ പോയി പൊന്നൂനെ എടുത്ത് കൊണ്ടുവന്ന് അപ്പൊക്ക് പൊന്നൂന് ചായ വേണമെന്ന്. അങ്ങനെ അവൾക്ക് ചായ കൊടുത്തു. അവൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചിപ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പിൽ ലേശം ചിപ്സ് ഇട്ട് കൊടുത്ത് ഓൾക്ക് അത് തിന്നാൻ കൊടുത്തപ്പോൾ ഓൾ അതിരുന്ന് തിന്ന്. ഓൾ തിന്നുമ്പോഴത്തേക്ക് ഞാൻ മീനെല്ലാം മുറിച്ച് വൃത്തിയാക്കി കറിക്കുള്ളത് വേറെയും പൊരിക്കാനുള്ളത് പെരക്കിയും വെച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മുറിച്ച് വെച്ച് തേങ്ങയും വേഗം ചിരണ്ടി അരച്ച് കൊണ്ടുവന്ന് വെച്ച്. എന്നിട്ട് കറി വെക്കാനുള്ള ചട്ടിയും കഴുകി കൊണ്ടുവച്ച് വേഗം എന്ത് ചെയ്ത് കറി വെക്കാനുള്ള മീനൊക്കെ ചട്ടിയിലേക്ക് എടുത്തിട്ട്, ചട്ടിയിൽ കറി വെക്കാൻ മീനിടുമ്പോൾ തലയാണ് കൂടുതലുള്ളത്. കാരണം എന്താ വെച്ചാൽ പൊരിച്ചതെല്ലാവർക്കും വേണ്ടത്. കറിയിട്ടാർക്കും അത്ര നിർബന്ധമില്ല, കൂട്ടും എന്നാലും നിർബന്ധമില്ല. അതുകൊണ്ട് എന്താക്കി, പൊരിക്കാൻ കഷ്ണം ഇട്ടതിൻ്റെ തലയൊക്കെ കറിയിലിട്ട്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കറിയിലേക്കിട്ട് അത് തേങ്ങ അരച്ചത് അയക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെറിയ പീസ് കുടംപുളി ഇട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുളിപ്പ് അങ്ങനെ ആർക്കും അധികം ഇഷ്ടമല്ല. അധികം പുളിപ്പ് കറിയിൽ ആക്കിയാൽ ഇവിടുന്ന് ആരും അങ്ങനെ കഴിക്കൂല. അതുകൊണ്ട് എന്താക്കി, ഒരു കഷ്ണം പുളിയേ ഇട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ആ വെള്ളവും തേങ്ങയെല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി. അങ്ങനെ അയവെല്ലാം കണക്ക് പാകത്തിനുള്ള അയവാക്കിയിട്ട് ഗ്യാസ് കത്തിച്ച് ഗ്യാസുമ്മലേക്ക് കറി അവിടെ വെച്ച്. ഒരു ഭാഗത്ത് കറി അവിടെ വെച്ച് കറി പതക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് എന്താക്കി, മീൻ പൊരിക്കാനുള്ള താവയും വെച്ച് മീൻ അടുപ്പത്തിട്ട് പൊരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൊന്നു എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. ചിപ്സ് തിന്ന് കഴിഞ്ഞപ്പോൾ മുറുക്ക് വേണമെന്ന് പറഞ്ഞ് ലേശം മുറുക്ക് ഇട്ട് കൊടുത്ത് അതിലിട്ട് തീ വരുമ്പോഴത്തേക്ക് ഒരു ഭാഗം പൊരിഞ്ഞ് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് കുഞ്ഞ് വരുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി വെക്കുക. എന്നാൽ ഓന് ചോറൊന്നും തിന്നാണ്ടാണ് മദ്രസയിൽ പോയത്. ഓന് ഇന്ന് മുതൽ വൈകുന്നേരവും മദ്രസ ഉണ്ട്. അപ്പം എന്താക്കി, കറിയെല്ലായപ്പം വേഗം കറി തൂമിച്ച് കറിയൊക്കെ അവിടെ സെറ്റായി. വരുമ്പോഴത്തേക്ക് ചോറും കറിയും കൊടുക്കാൻ വെച്ച് കറിയും ചോറും സെറ്റായി. മീൻ പൊരിച്ചതും അവിടെ സെറ്റായി. അപ്പോഴത്തേക്ക് മദ്രസ വിട്ട് വന്ന് വിശക്കുന്നുമ്മാ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. എന്തൊക്കെയോ മദ്രസത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട് ചോറും വെച്ചുകൊണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.